ഹായ് ഫ്രണ്ട്സ്, താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകമായ ദൈവത്തിൻ്റെ അവകാശികൾ, അതിലെ പ്രളയകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്ന ലേഖനമാണ് ഇന്ന് വായിക്കുന്നത്. കേരളത്തെ പിടിച്ചുകുലുക്കിയ പ്രളയതാണ്ഡവത്തിൻ്റെ അവശേഷിപ്പുകൾക്കുമേൽ പൊരുതി മുന്നേറാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഓരോ മലയാളിയും. പോരാട്ടത്തിൻ്റെ വഴികളിൽ നമുക്ക് കൂട്ടായി ലോകമെങ്ങുമുള്ള മനുഷ്യസ്നേഹികളുമുണ്ട്. മറക്കാൻ ആഗ്രഹിക്കുന്ന ഭീകരമായ ഒരു ദുസ്വപ്നം പോലെ കടന്നുപോയ പ്രളയം കുറേ കാലത്തേക്കെങ്കിലും നമ്മെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് തോൽക്കാനാവില്ല. ഒന്നിനും നമ്മെ തോൽപ്പിക്കാനുമാവില്ല. ഒരു കൈകൊണ്ട് തല്ലുമ്പോഴും മറു കൈകൊണ്ട് തലോടുകയും ചെയ്യുന്ന സ്നേഹമയ്യാണ് പ്രകൃതി. അതുകൊണ്ട് തന്നെ ദുരന്തകാലത്തിന് തിരശ്ശീല വീണു എന്ന് നമുക്ക് കരുതാം. ഇനി അതിജീവനത്തിൻ്റെ നാളുകളാണ്. പ്രതീക്ഷയുടെ പുതിയ തുരുത്തുകൾ തേടിയുള്ള യാത്രയുടെ നാളുകൾ. ഒരുമിച്ച് ഒറ്റക്കെട്ടായി കഠിനമായി പരിശ്രമം അനിവാര്യമാകുന്ന നാളുകൾ. ഈ പ്രളയം നമുക്ക് ഒട്ടേറെ ജീവിത ദൃശ്യങ്ങൾ നൽകിയാണ് കടന്നുപോയത്. പല ദൃശ്യങ്ങളും നമ്മുടെ ഉറക്കം കെടുത്തുന്നവയാണ്. ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, ബന്ധങ്ങളറ്റ് അനാഥരായി മാറിയ സഹജീവികൾ, ജീവിതകാലത്തെ മുഴുവൻ അധ്വാനവും സമാഹരിച്ച് നിർമ്മിച്ച സ്വപ്ന വീടുകൾ തകർന്നടിയുന്നത് നേരിൽ കണ്ടവർ, വളർത്തുമൃഗങ്ങളും വസ്തുവകകളും വിലപ്പെട്ട സമ്പാദ്യങ്ങളും രേഖകളും അങ്ങനെ സർവവും നഷ്ടപ്പെട്ടവർ, പ്രളയജലം രൗദ്രഭാവത്തിൽ പരന്നൊഴുകിയപ്പോൾ ഒരിറ്റു ജലത്തിനും ജീവനും വേണ്ടി കേണപേക്ഷിച്ച് തളർന്നവർ, സമ്പന്നതയുടെ മടിത്തട്ടിൽ വളർന്ന ഒറ്റ രാത്രി കൊണ്ട് അഭയാർത്ഥി ക്യാമ്പിലെ അന്തേവാസികളായി മാറിയ വിധി വൈപരീത്യത്തിൻ്റെ ഹൃദയഭേദകമായ ഒട്ടനവധി ദൃശ്യങ്ങൾ. ഇനി എത്ര കാലം കൊണ്ടാണ് നമുക്കൊരു പുതിയ കേരളത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നത്? എത്ര മനുഷ്യാധ്വാനവും പണവുമാണ് അതിനുവേണ്ടി നമുക്ക് ചെലവിടേണ്ടി വരുന്നത്? കേരളത്തെക്കുറിച്ച് എന്നും നമുക്ക് അഭിമാനമായിരുന്നു. നാടെവിടെയാണെന്ന ചോദ്യത്തിന് കേരളമെന്ന ഉത്തരം നാം നൽകുമ്പോൾ കേൾക്കുന്നവരുടെയും നമ്മുടെയും മുഖത്ത് തെളിയുന്നത് ആ ഭാവമായിരുന്നു. വായിക്കുന്നവരുടെയും ചിന്തിക്കുന്നവരുടെയും നാടായ കേരളം. സാക്ഷരതയിലും സംസ്കാര സമ്പന്നതയിലും ഒന്നാം സ്ഥാനക്കാരായ നമ്മൾ, ഉയർന്ന ജനാധിപത്യ ബോധവും ശുചിത്വബോധവും പുലർത്തുന്ന നമ്മുടെ നാട്, ശക്തമായ പൊതുവിതരണ സമ്പ്രദായവും സമ്പന്നമായ ആരോഗ്യ സംവിധാനവും നമ്മുടെ പ്രത്യേകതകളായിരുന്നു. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കൂളുകളും വിദ്യാഭ്യാസ സമ്പ്രദായവും നമ്മുടെ മഹത്വത്തെ വിളംബരം ചെയ്തു. പുഴകളും നദികളും മലകളും മരങ്ങളും കുളങ്ങളും അണക്കെട്ടുകളും പച്ചപ്പും നിറഞ്ഞ നമ്മുടെ നാട് പ്രകൃതി ഭംഗിയിലും ലോകത്തെ അതിശയിപ്പിച്ചു. കാലാവസ്ഥ സവിശേഷതകൾ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. ഇതെല്ലാം കൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന ഖ്യാതിയും നാം നേടി. അങ്ങനെ ലോകത്തെ വികസിത രാജ്യങ്ങൾക്കൊപ്പം നിൽക്കാൻ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് പൊട്ടുപോലെ കാണപ്പെടുന്ന കേരളമെന്ന നമ്മുടെ സ്വന്തം നാടിന് കഴിഞ്ഞിരുന്നു. പ്രകൃതി ഒരിക്കലും നമുക്കുമേൽ അതിൻ്റെ അസുരഭാവം പ്രകടിപ്പിച്ചിരുന്നില്ല. പ്രകൃതി മാത്രമല്ല ഒന്നും. അതിനാൽ തന്നെ ഇത്രയേറെ സുരക്ഷിതത്വ ബോധം അനുഭവിച്ചിരുന്ന ഒരു നാട് ലോകത്ത് മറ്റെങ്ങും ഉണ്ടായിരുന്നില്ല. തികച്ചും ഭാഗ്യമുള്ള ഒരു ജനത. മറ്റിടങ്ങളിലെ ജനങ്ങൾ കടന്നു വന്നിട്ടുള്ള ദുരിതങ്ങളൊന്നും നമുക്കിതുവരെ അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല. ഈ പ്രളയകാലം എത്തുന്നതുവരെ അപൂർവമായുണ്ടാകുന്ന ചില രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒഴിച്ചാൽ ഇത്രമേൽ സ്വസ്ഥ്യം നിറഞ്ഞ മറ്റൊരു പ്രദേശം എവിടെയുമില്ല. ആൾക്കൂട്ട കൊലപാതകങ്ങളും വർഗീയ കലാപങ്ങളും ഉണ്ടായിരുന്നില്ല. മറ്റിടങ്ങളിലുള്ള പോലെ ഭീകര സംഘടനകളുടെ തേർവാഴ്ചകളും ഇവിടെയില്ല. പിന്നാക്ക വിഭാഗങ്ങൾക്കും ദളിതർക്കും ഇവിടെ യാതൊരു വിവേചനവും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഭൂകമ്പങ്ങളും മഹാമാരികളും നമ്മുടെ ജീവിതത്തെ തകിടം മറിച്ചിട്ടില്ല. യുദ്ധം നമ്മുടെ കുട്ടികളെയും സ്ത്രീകളെയും വഴിയാധാരമാക്കിയിട്ടില്ല. നിലയ്ക്കാത്ത അഭയാർത്ഥി പ്രവാഹമോ അഭയാർത്ഥികളായുള്ള പലായനമോ ഇവിടുത്തെ കാഴ്ചകളേ ആയിരുന്നില്ല. ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നുമൊക്കെ പ്രളയ ദുരിതത്തിൽ സർവ്വവും നഷ്ടപ്പെട്ടെത്തുന്നവരെ നാം അത്ഭുതത്തോടെയാണ് കണ്ടിരുന്നത്. എല്ലാ അർത്ഥത്തിലും നാം ഇവിടെ സസുഖം വാഴുകയായിരുന്നു. എന്നാൽ ഭീകരമായ ഒരു രാത്രി നമ്മെ എത്രമേൽ നിസ്സഹായരും നിരാലംബരുമാക്കി എന്നത് ഞെട്ടിക്കുന്ന ഒരു ഓർമ്മയായി എന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കും. ഒപ്പം ദുരന്തമുഖത്ത് നിന്നപ്പോഴും നാം പുലർത്തിയ ഒരുമയും ഐക്യവും സഹജീവി സ്നേഹവും സേവന തൽപരതയും ഉദാത്തതയുടെ കൊടിയടയാളമായി അവശേഷിക്കുകയും ചെയ്യും. മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ട് ജീവരക്ഷയ്ക്കായി നിലവിളിച്ചവരുടെ രോദനം നാടൊന്നാകെ ഏറ്റെടുത്തു. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ രാഷ്ട്രീയ പാർട്ടികൾ വൈരം വെടിഞ്ഞ് കൈകോർത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ജാതി മത വർഗ ലിംഗ വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യസ്നേഹം മാത്രം പരിഗണിച്ച് നന്മയുടെ ജനകീയ കൂട്ടായ്മകൾ രൂപപ്പെട്ടു. എക്കാലവും പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന കടലിൻ്റെ മക്കൾ മറ്റാരുടെയും പ്രേരണയില്ലാതെ സ്വമേധയാ തന്നെ പ്രളയജലത്തിനുമേൽ ചെറുവള്ളങ്ങൾ കുതിച്ചു പാഞ്ഞു. പെരുവെള്ളത്തിലകപ്പെട്ട മനുഷ്യജീവനുകളുടെ കൂട്ടത്തോടെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചു. ധീരന്മാരും സാഹസികരുമായ മത്സ്യത്തൊഴിലാളികൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തിൻ്റെ രക്ഷാസൈന്യമായി മാറുകയായിരുന്നു. പോലീസ്, ഫയർഫോഴ്സ്, ദുരന്ത നിവാരണ സേന, എയർഫോഴ്സ്, നേവി എന്നീ വിഭാഗങ്ങളുടെ സേവനം ആരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്നതായി. പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും മത സാമുദായിക നേതാക്കളുമെല്ലാം
ഒത്തൊരുമിച്ച് കേരളത്തെ കൈപിടിച്ചുയർത്താൻ അക്ഷീണം യത്നിച്ചു. നാടെങ്ങും ദുരിതബാധിതരുടെ രക്ഷയ്ക്കായി പരസ്പരം കൈകോർത്തു. ഇത്രമേൽ മനുഷ്യരുടെ ഐക്യവും കൂട്ടായ്മയും രൂപപ്പെട്ടതിനാൽ പ്രളയ ദുരിതത്തിൽ നഷ്ടമായ വിലപ്പെട്ട ജീവനുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായി. പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ ജനങ്ങളെ സഹായിക്കാൻ നാട് ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചു. മുഖ്യമന്ത്രിയും ഭരണകൂടവും സർക്കാർ ജീവനക്കാരും പ്രതിപക്ഷവും പൊതുജനവും എല്ലാവരും തങ്ങളുടെ പ്രതിബദ്ധത തെളിയിച്ചു. നമ്മുടെ ചെറുപ്പക്കാർ രാഷ്ട്രീയവാദികളും നിസ്സംഗരും ലക്ഷ്യമില്ലാതെ അലയുന്നവരുമാണെന്നൊക്കെ ഉയർന്നിരുന്ന ആരോപണങ്ങൾ അസ്ഥാനത്താണെന്ന കാഴ്ചയും ഈ പ്രളയകാലം കാട്ടിത്തന്നു. തങ്ങളുടെ ഭാവനയും ഊർജ്ജവും എല്ലാം ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെയും വിവരസാങ്കേതിക വിദ്യയുടെയും അനന്തസാധ്യതകൾ ഉൾച്ചേർത്തുള്ള ക്രിയാത്മക പ്രവർത്തനങ്ങളാക്കി ചെറുപ്പക്കാർ മാറ്റിയപ്പോൾ അവരെക്കുറിച്ച് പൊതുസമൂഹത്തിലുണ്ടായിരുന്ന എല്ലാ ധാരണകളും തെറ്റി. നമ്മുടെ ചെറുപ്പക്കാർ മനുഷ്യസ്നേഹികളും സേവന തൽപരരും അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുന്ന വിവേകികളുമാണെന്ന് ഈ പ്രളയകാലത്തെ അവരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനം ബോധ്യപ്പെടുത്തുന്നു. ക്യാമ്പുകൾ കഴിയുന്നവർക്ക് ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കാനും അവരുടെ വീടുകൾ ശുചിയാക്കാനും നാടിനെ വീണ്ടെടുക്കാനും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അവർ നടത്തിയ പരിശ്രമങ്ങൾ തികച്ചും ആവേശകരമാണ്. പോരാട്ടങ്ങളുടെയും അതിജീവനത്തിൻ്റെയും കഥയാണ് മനുഷ്യചരിത്രത്തിന് പറയാനുള്ളത്. ഈ ദുരന്തത്തെയും നാം അതിജീവിക്കുക തന്നെ ചെയ്യും. സമ്പത്തും സൗഭാഗ്യങ്ങളും ഒന്നും ശാശ്വതമല്ലെന്ന് നാം തിരിച്ചറിയണം. പ്രതിസന്ധിയിൽ ഒരുമിച്ച് നിന്ന് പോരാടിയാൽ വിജയം സുനിശ്ചിതമാണെന്നതോടൊപ്പം വിഭാഗീയതകളിലൂടെയും വേർതിരിവുകളിലൂടെയും പരസ്പരം വൈരം പുലർത്തുന്നത് അഭികാമ്യമല്ലെന്നും ഇനിയെങ്കിലും നാം ചിന്തിക്കണം. ഭക്ഷണവും കുടിവെള്ളവും പാഴാക്കരുതെന്നും അത്രമേൽ വിലപ്പെട്ടതാണെന്നും പ്രളയകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രകൃതി ചൂഷണം നമുക്കേൽപ്പിച്ച ആഘാതം എത്രമേൽ ഭീഷണമാണെന്ന ആലോചനയും വേണം. പുതിയ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളും നിർമ്മാണ ചട്ടങ്ങളുമൊക്കെ ഉണ്ടാകണം. മഴ പെയ്ത് ഭൂമിയിൽ വീഴുന്ന വെള്ളം ഒരു തുള്ളി പോലും പാഴാക്കാതെ സംരക്ഷിക്കപ്പെടണം. കേരളത്തിലെ ചെറുതും വലുതുമായ 82 ഡാമുകളെ മാനേജ്മെൻറ്റ് എങ്ങനെയാകണമെന്ന ചിന്തയ്ക്കുള്ള സമയവും ഇതുതന്നെയാണ്. അതിജീവനത്തിൻ്റെ ഇനിയുള്ള നാളുകളിൽ സർക്കാർ സംവിധാനങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെ അനാവശ്യ ചിലവുകളും ധൂർത്തും ആർഭാടങ്ങളുമൊക്കെ ഒഴിവാക്കപ്പെടണം. സ്വരൂപിക്കുന്ന ഒരു ചില്ലിക്കാശ് പോലും ചോർന്നു പോകാതെ കേരളത്തിൻ്റെ പുനർനിർമ്മാണത്തിന് അർത്ഥപൂർണമായി വിനിയോഗിക്കപ്പെടണം. പ്രതിസന്ധികളിൽ തളരുകയല്ല, അതിനെ അതിജീവിക്കാൻ ഏവരും ഒരുമിക്കുകയാണ് വേണ്ടതെന്ന് ഈ ദുരന്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ പ്രളയകാലം ഓരോ മലയാളിയും മനുഷ്യനായി മാറിയ കാലമാണ്. മനുഷ്യസ്നേഹത്തിൻ്റെ മഹാമാതൃകളായി മാറിയ കാലം. വാക്കിലും നോക്കിലും പ്രവൃത്തിയിലുമെല്ലാം സഹജീവി സ്നേഹം തുടിച്ച കാലം. ലോകമെമ്പാടുമുള്ള കനിവും കാരുണ്യവും മലയാളി മണ്ണിലേക്ക് ഒഴുകിയെത്തിയ കാലം. ഈ പ്രളയം ഒരു ശുദ്ധി കലശമാണ്. മണ്ണിലും മനസ്സിലും പുരുണ്ട സർവ്വവിഷങ്ങളുടെയും മാലിന്യങ്ങളുടെയും ശുദ്ധീകരണം നാം ഇപ്പോൾ ആർജിച്ച പരസ്പര വിശ്വാസവും ഒത്തൊരുമയും ഒരിക്കലും കൈവിടാതെ ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ വേർതിരിവുകൾക്കപ്പുറം മനുഷ്യരായി മാനവികത ഉയർത്തിപ്പിടിച്ച് നമുക്ക് മുന്നേറാം. നവകേരള സൃഷ്ടിക്കായി. പ്രളയം മലയാളിക്ക് പറഞ്ഞു കൊടുത്തത് വലിയൊരു പാഠമായിരുന്നു. ആ പാഠങ്ങളും അത് നൽകിയ ഉൾക്കാഴ്ചകളും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്താകട്ടെ. കേരളത്തിന് വീണ്ടും ഇതൊരു നവോത്ഥാനത്തിൻ്റെ നാളുകളാകണം. ഓരോ കേരളീയനും നവോത്ഥാന നായകരുമാകണം. നന്ദി.